ഹായ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഐറ്റംസാണ്, കുറച്ച് അതിഥികളാണ്. ഈ അതിഥികൾ എന്ന് പറയുന്നത് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെ മ്യൂസിയത്തിലോട്ട് വരുന്നത്. അത്തരം പൊടിയായിരുന്നു. ആ പൊടിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഒരു റിയൽ ചെയ്താലോ. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. സോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ചെറിയ പാർട്ട് ഓഫ് ക്യാമറ സെക്ഷനാണ് നമ്മുടെ കാണുന്നത്. ക്യാമറ മാത്രമല്ല, ഇതിനകത്ത് എല്ലാം ഉണ്ട്. കണ്ടോ, ക്യാമറ കറക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ഇതിൽ ഞാൻ പ്രധാനമായി ഇത് ഇട്ടേക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒന്നും അല്ലാതെ ചില പ്രായമുള്ള ഡീലർമാരുണ്ട്. അവരിപ്പോഴും വിചാരം അവർ വലിയ എന്തോ സംഭവമാണ്. സോ അവത് കാരണം തന്നെ ഒരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറയിലുള്ള കഥകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ അവജ്ഞതയും പുച്ഛവുമാണ് തോന്നുന്നത്. കാര്യം അവർക്ക് അറിയുന്നില്ലല്ലോ ഇത്രത്തോളം കളക്ഷൻ ഉള്ളപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇച്ചിരിയെങ്കിലും അറിവ് എനിക്കും കാണും എന്നുള്ള കാര്യം. സോ അവരും കൂടെ ഇത് കാണുമ്പോൾ വിലയിരുത്തുക. നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ട സമയം ആഗതമായിരിക്കുന്നു എന്ന് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഞാൻ കൂടുതലും കേരളത്തിൽ നിന്ന് സാധനം വാങ്ങാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ള്. അതോ ഒടുക്കത്തെ റേറ്റ്. ഈ ഒരു സാധനങ്ങൾക്കൊന്നും ഒരിക്കലും ബാർഗെയിൻ ചെയ്യാൻ പാടില്ല. സോ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ക്യാമറ ആയിരിക്കും, പക്ഷേ ഇവിടെയുള്ള ക്യാമറകളായാലും ഒരു സാധനങ്ങളായാലും അതിൻ്റെ ഒരു ലോട്ട് ഇവിടെ വന്നു. എത്രത്തോളം വന്നാലും നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കും നമ്മുടെ വിലയ്ക്കനുസരിച്ച്. അത്രയ്ക്കൊന്നും സാമ്പത്തികമൊന്നും എനിക്കില്ല. ഇത് തന്നെ 3 തലമുറകൾക്ക് മുമ്പുള്ള കളക്ഷൻ തുടങ്ങിയതാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് കളക്ഷൻ തുടങ്ങിയതാണ്. പിന്നെ അതെൻ്റെ ഫാദറായി. ഇപ്പം ഞാൻ എൻ്റെ കസ്റ്റോഡിയനായിരിക്കും. ഈ കാണുന്നതാണ് വലിയ വെല്ലോസുള്ള ക്യാമറയാണ്, ഫീൽഡ് ക്യാമറയാണ്. പിന്നെ ഇതൊരു ജസ്നർ മെഷീനാണ്, വളരെ റയർ ജസ്നർ മെഷീൻ. ഇത് നമ്മുടെ അടുത്തൊരു വെല്ലോസിൻ്റെ ഒരു ക്യാമറാസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ കളക്ഷനിലുള്ള ആഭരണപ്പെട്ടി, കെറോസിൻ ഗ്ലാംസും, പിന്നെ പഴയ തൂക്കക്കല്ലുകളും, പിന്നെ റാത്തകളും തുടങ്ങിയ സംഭവങ്ങളൊക്കെ. ഇതെല്ലാം നമ്മുടെ നോർമലായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. സോ ഇതൊരു ചെറിയ ഒരു കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാം വലിയൊരു കളക്ഷൻ നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 4 ലക്ഷത്തോളം സാധനങ്ങളുള്ളത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ ഒരു ചെറിയ കളക്ഷനാണ്. സോ എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനെയും നമ്പറിങ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ റെക്കോർഡ്സിൻ്റെ അടുത്തോട്ട് വന്നത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എക്സ്ചേഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് വലിയ കുറച്ച് ബോട്ടിൽസിൻ്റെയും ഫോൺസിൻ്റെയും എല്ലാ കളക്ഷൻസും ഇതിനകത്തുണ്ട്.